ഈ ലോക അയ്യപ്പ സംഗമം നടക്കുമ്പോൾ താങ്കളുടെ അഭിപ്രായം തേടാം എന്ന് തീരുമാനിച്ചത് താങ്കൾ ഇന്ന് വളരെ മുതിർന്ന കേരളത്തിൽ ഉള്ള വളരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. പോയി ദേശീയ പദവിയിൽ ഒരുപാട് ഉദ്യോഗങ്ങൾ താങ്കൾ നോക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡ്വൈസർ പദവി വരെ താങ്കൾ കയ്യാളി 3 പ്രധാനമന്ത്രിമാരോടൊപ്പം വർക്ക് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ദേശീയ സംരംഭങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ കേരളം അയ്യപ്പൻ്റെ അമ്പലം മുൻനിർത്തി ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരുങ്ങുമ്പോൾ അത് മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിലേക്ക് താങ്കളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വളരെ നല്ല ചോദ്യം. കാര്യപരിപാടി വിശദമായിട്ട് എനിക്കറിയില്ലെങ്കിലും അറിയാവുന്നിടത്തോളം അത് 2,000-3,000 ആളുകൾ 3,000 പേരെന്നാണ് പറയുക. അത് ഒരു ദിവസത്തെ പരിപാടി. അപ്പോൾ ഈ പരിപാടി എങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരം ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പല പരാധീനതകൾക്കുള്ളിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ നോട്ടത്തിൽ ശബരിമലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ഈ ശബരിമല സീസണിൽ ഉണ്ടാകുമെന്നല്ലാണ്ട് അത് കഴിഞ്ഞാൽ ആളുകൾ അതങ്ങ് മറക്കും. ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഈ ശബരിമല എന്താ പറയുക, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടായ കാലത്ത് ഒരുപാട് ദിവസം അവിടെ താമസിക്കുകയും അത് എൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ച ആളാണ്. ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ എവിടെയാണ് ഇപ്പോൾ? ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ എവിടെയാണ്? ആരെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിന് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പോയാൽ കോടതിക്ക് അതിൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് സർക്കാരുണ്ട്. പിന്നെ കാര്യം ഏത് പ്രവൃത്തി, പള്ളിയുടേതോ അമ്പലത്തിൻ്റെതോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കണമെങ്കിൽ അതിന് ഈ സർക്കാരിൻ്റെ അറിവോടുകൂടിയും ഈ സർക്കാർ അതിലൊരു ഭാഗമാണ്. നമ്മളത് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരില്ലെങ്കിൽ ഇതൊന്നുമില്ല. നിയമസമാധാനം പാലിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. ആ ജോലി സർക്കാർ നിർവഹിച്ച നിയമസമാധാനം ഇല്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല. ഭക്തിയുടെ പരിപാടിയായാലും പിന്നെ രാഷ്ട്രീയ പരിപാടിയായാലും എല്ലാത്തിനും അത് വേണം. അതുകൊണ്ട് ഈ അയ്യപ്പ സമാഗമമോ വേറെ എന്തെങ്കിലും സമാഗമമോ നടത്തിയാലും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർക്കാരിൻ്റെ പിൻബല അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രസൻസ് ഉണ്ടാവും. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന വർഷം തോറും നടക്കുന്ന ഒരു കോൺട്രവേഴ്സി ഇല്ല, വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമല സംഗമത്തെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ പറയുന്ന മാതിരി ഇപ്പോൾ പറയില്ല. കാര്യം മാരാമൺ കൺവെൻഷൻ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനും നിയമസമാധാനവും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ ആവശ്യമുണ്ട്. സർക്കാർ അവിടെ പോയി പോലീസുകാരെ കൊണ്ട് നിർത്തുമെന്നല്ല പറഞ്ഞത്. പക്ഷേ തീർച്ചയായും സർക്കാരിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സർക്കാർ അത് നടത്തുന്നത് പക്ഷേ ഈ മാർത്തോമാ സഭയും അതുപോലെയുള്ള ക്രിസ്ത്യൻ സഭകളുടെ ഒരു കൗൺസിലോ ഒരു സംഘടനയാണ്. അപ്പം ഇത് നടത്തുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിന് അതിൻ്റേതായ അധികാരങ്ങളും അതിൻ്റേതായ കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു നിയമമാണ്, അത് ഒരു കീഴ്വഴക്കമല്ല. പക്ഷേ ആ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോഴും പലതരത്തിലുള്ള എന്താ പറയുക അഭിപ്രായങ്ങളും പലതരത്തിലുള്ള പിന്നെ സംഘടനകളെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പിൽഗ്രിമേജ് ഓർഗനൈസ് ചെയ്യുന്നതിൽ തന്നെ പലർക്കും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും. അതുപോലെ ഈ ശബരിമല പിൽഗ്രിമേജിൻ്റെ വേറൊരു പ്രത്യേകത, അത് ശബരിമലയ്ക്ക് പുറമെ എരുമേലി അതുമാതിരിയുള്ള സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ടത്. ശബരിമലയും എരുമേലിയുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത്. എരുമേലിയിലെ ഒരു പേട്ടതുള്ളൽ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഭക്തന്മാർ ശബരിമലയ്ക്ക് പോവുക. അത് പഴയ പ്രമാണമനുസരിച്ച് കാൽനടയായിട്ടാണ് പോവുക. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാൽനടയായിട്ട് പോകുന്നവരാരുമില്ല. ശബരിമലയ്ക്ക് പോകുന്നതിന് 41 ദിവസത്തെ വ്രതമെടുത്ത് പോകണമെന്നാണ്. അങ്ങനെ വ്രതമെടുത്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല, ആരും അങ്ങനെ പോവുകയുമില്ല. ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് 6 മണിക്കോ 7 മണിക്കോ ഒരു ഇന്നോവയിൽ കയറി നിന്നിട്ട് അവിടെ പോവുക. പിന്നെ എന്താ അവിടെ എരുമേലിയിൽ പോയി ആരെങ്കിലും കൊണ്ട് കുറേ ഇതൊക്കെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കയറിയിട്ട് തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നോവയ്ക്കകത്ത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഒരു കുഴപ്പമില്ല. അങ്ങനെ നടക്കട്ടെ. അതാണ് ഇന്നത്തെ സ്ഥിതി. ഈ സ്ഥിതിയിലാണ് നമ്മൾ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം അതിന് യുനാനിമസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ആളുകൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഞാൻ രാഷ്ട്രീയ കാര്യം പറഞ്ഞില്ല, രാഷ്ട്രീയമായിട്ട് വേറൊരു മാനമുണ്ട്. പക്ഷേ
ഈ സംഗമം നടക്കുന്നതിൽ നമുക്ക് ഒരു എതിരുമില്ല. അത് വളരെ നല്ല കാര്യം നടക്കട്ടെ. പക്ഷേ അതുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സഹായം അവിടുന്ന് പ്രതീക്ഷിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.